ഇപ്പം നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ജീവിതത്തോടുള്ള സ്നേഹമാണ്. ഈ ഫോർമാറ്റ് നേരെ ചേഞ്ച് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ജീവിതത്തോടുള്ള അഭിനിവേശവും താല്പര്യവും സ്നേഹവുമാണ് നിങ്ങൾ ഇതുകൊണ്ട് എന്തെങ്കിലും കടിച്ചു പിടിച്ച് നീന്താൻ നോക്കണത്. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണ പാടാണ്, അതിന് സമയമെടുക്കും. മറിച്ച് നേരെ തിരിച്ച് ഈ സംഭവം തിരിച്ചിടണം. ഇതൊന്ന് ഈ അലൈൻമെൻറ്റ് തെറ്റിക്കിടക്കുകയാണ് ഈ സാധനം. ഇത് നേരെ തിരിച്ചിടണം. എന്നിട്ട് ദൈവത്തോടായിരിക്കണം സ്നേഹം. എന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, നിന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ അഭിഷേകം ചെയ്യണമേ. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങള് ഭാരപ്പെട്ടതായാലും അത് ലഘുവായി ചെയ്യാൻ എന്നെ ദൈവസ്നേഹത്താൽ നിറക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഇപ്പോഴുണ്ടല്ലോ, ഇപ്പം ഈ ആയുർവേദ വൈദ്യന്മാരില്ലേ, നമ്മുടെ രാജ്യം ആയുർവേദത്തിൻ്റെ രാജ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുർവേദത്തിൻ്റെ സംഭാവന നൽകിയത് നമ്മളുടെ പിതാക്കന്മാരാണ്. 5000 കൊല്ലം മുമ്പുള്ള ആയുർവേദ ചരിത്രം നമുക്കുള്ളത്. അപ്പം ഈ ആയുർവേദത്തിൻ്റെ കഷായം അല്ലെങ്കിൽ ലേഖ്യം എപ്പോഴാണിത് പാകമാകണത്? പണ്ടത്തെ ചില വൈദ്യന്മാരൊക്കെ പാകമാകണ സമയത്ത് മുറുക്കത്ത് പോകുമായിരുന്നു. അതിൻ്റെ അകത്ത് പുരാതന കാലങ്ങളിലുള്ള ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. എപ്പോഴാണിത് പാകമാകണത് എങ്ങനെ അറിയാൻ പറ്റും? അത് താഴെ കൊടുത്തിരിക്കുന്ന ഉരുളിയുടെ താഴെയുള്ള തീ, കത്തണ തീ, ഇത് പാകമാകുന്ന അനുസരിച്ച് കൊണ്ട് വളഞ്ഞ് കുത്തി ഇതിനകത്തേക്ക്, ഉരുളിയുടെ അകത്തേക്ക് കത്തി വീഴും, വളഞ്ഞു കുത്തും. അതാണ് അതിന് പാകമെന്ന് പറയണത്. ഒരു ലേഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കഷായത്തിൻ്റെ പാകം, എല്ലാ കഷായമല്ല, അത് മരുന്നിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതുപോലെ തന്നെ ഉടമ്പടി എപ്പോഴാണ് നിങ്ങൾ ഉടമ്പടിയിലാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾ ഉടമ്പടിയിലാണ് എന്നെങ്ങനെ അറിയാൻ പറ്റും? നിങ്ങളുടെ പ്രേക്ഷിത വേല അല്ലെങ്കിൽ കർത്താവിൻ്റെ കൈമാറ്റ ശുശ്രൂഷ, അത് അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം എപ്പോഴാണ് എൻ്റെ മക്കൾക്ക് ഭാരമില്ലാതെ ദൈവസ്നേഹത്തോടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണത്, അപ്പോൾ ഉടമ്പടി കത്തുന്നുണ്ട്. ഇതാണ് സംഭവം. അല്ലാതെ മനസ്സിലായില്ലേ? ഇത് വളരെ സീരിയസ് ആണ്. ഇങ്ങനെ ഈ ഇതിന് ടെക്നിക്കാലിറ്റി അറിഞ്ഞാൽ ഉടമ്പടി പെട്ടെന്നാണ് വർക്കൗട്ട് ചെയ്യണത്. കാര്യം ഇതിൻ്റെ ഭാരമില്ല. എപ്പോഴാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒരു 10 പേപ്പറുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര തീവ്രമായ ആഗ്രഹമാണ്. എന്താണ്? കർത്താവ് 10 പേപ്പറല്ലേ ഉള്ളു, ഒരു 10 കൂടി കിട്ടിയെങ്കിൽ കർത്താവിനെ മറ്റുള്ളവർക്ക് കൂടി അറിയിക്കാമായിരുന്നില്ല. അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ കർത്താവ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നില്ല എന്നൊക്കെ ചില ആൾക്കാർ വന്ന് സാക്ഷ്യം പറയുന്നില്ലേ? ദാറ്റ് മീൻസ് അവർ ഉടമ്പടിയിലാണ്. ഉടമ്പടി എടുത്തത് കൊണ്ട് ഉടമ്പടിയിലാകത്തില്ല. ഉടമ്പടിയിലാകണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടിയിൽ ചലിപ്പിക്കുന്ന ആ ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹത്തിലേക്ക് വന്നാൽ നമ്മൾ പറന്ന് വെട്ടി കർത്താവിന് വേണ്ടി വേറെ ചെയ്യും. എന്നിട്ട് നമ്മൾ ടയേർഡാകത്തില്ല. ഞാൻ പണ്ട് എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ ബ്രോങ്കൈറ്റിസിൻ്റെ പ്രശ്നം. പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിലൊക്കെ, നവംബർ ആകുമ്പോൾ തന്നെ എൻ്റെ പതിരെയൊക്കെ ഇങ്ങനെ എപ്പോഴും സ്വെല്ലിങ് ആകും, ചുമയാവും. 2 മാസമൊക്കെ ചുമക്കും. ഈ 2 മാസം ചുമക്കണ സമയത്ത് തന്നെയാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് ഈ പുന്നപ്പുറ വരെ 66 ധ്യാനങ്ങൾ നടത്തും. എന്താണ്? കടലി കൺവെൻഷൻ നടത്താൻ വേണ്ടി. കടലി കൺവെൻഷന് മുമ്പ് ആദ്യം കൊച്ചി പോയി ചെറിയൊരു മിനി കൺവെൻഷൻ നടത്തും. അവിടെ മധ്യസ്ഥ പ്രാർത്ഥനക്കാർ രൂപപ്പെടും. എന്നിടത്ത് പിന്നീട് കണ്ടക്കട വന്ന് നടത്തും, പിന്നീട് ചെല്ലാനത്ത് വന്ന് നടത്തും, പിന്നെ പള്ളിത്തോട്ട് എൻ്റെ നാട്ടിൽ വന്ന് നടത്തും. ഇങ്ങനെ നടത്തി പുന്നപ്പുറ വരെ പോകും. അപ്പോൾ 2 മാസമാകും. അപ്പോഴാണ് ഡിസംബർ 26 ഒക്കെ ആകും. അപ്പോൾ കടലിൽ കൺവെൻഷൻ നടത്തും 10 ദിവസത്തേക്ക്. അപ്പോൾ ഈ സമയത്തെല്ലാം ഇങ്ങനെ മഞ്ഞ് പിടിച്ച് ചുമച്ച് നമുക്ക് ഞാൻ ചുമക്കണ കണ്ട വേറെ ആൾക്കാർക്ക് തോന്നും ഇപ്പോൾ ചത്തുപോകുമെന്ന് തോന്നും. പക്ഷെ എൻ്റെ ഉള്ളിൽ ഭയങ്കര ദൈവസ്നേഹം തോന്നുന്നുണ്ടാവും. പിറ്റേ ദിവസവും പോകാൻ വേണ്ടി തോന്നും. ഇതിനെയാണ് അഭിഷേകം എന്ന് പറയണത്. ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പാഠം പഠിച്ച് തീർന്നിട്ട് പറയുന്നതാണത് ശരിക്കും. അപ്പം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. കാര്യം നിങ്ങൾ ഇങ്ങനെ ഒത്തിരിയേറെ ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല.
ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി ഒരു സാക്ഷിയായിട്ട് വരുന്ന അത് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ എന്ന് പറഞ്ഞത് അത് ഗ്രേസി ഡേവിഡിൻ്റെ ഒരു പ്രശ്നം എന്താ, സീരിയസ് വിഷയമാണ്. ഒരു ആൺമകനുണ്ട് കാണാനില്ല, അതാണ് പ്രശ്നം. 1 മാസമല്ല, 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമല്ല, 4 വർഷമായിട്ട് ഇവരെക്കുറിച്ച് ഒരു പിടിയില്ല. 4 വർഷമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച്, ഒരു മകനുണ്ട് കാണാനില്ലെങ്കിൽ 4 വർഷമായിട്ട് അവനെക്കുറിച്ചൊരു ഫോൺ പോലും കിട്ടിയില്ലെങ്കിൽ അവൻ മരിച്ചില്ലേ? അവൻ മരിച്ചു പോയില്ലേ? എന്തെങ്കിലും പിടിയുണ്ടെങ്കിൽ അമ്മേനെ ബന്ധമുള്ള ആൾക്കാർക്ക് വിളിക്കത്തില്ലേ? ഇല്ല, ആളെ തീർന്നു. അപ്പം മരിച്ചതുപോലെ എല്ലാവരും കരുതുകയാണ്. ഗ്രേസി ഡേവിസിൻ്റെ അമ്മ മരിച്ചതുപോലെ എല്ലാം കരുതുകയാണ്. അപ്പോഴാണ് ഇവർക്ക് കൃപാസനം പത്രത്തിലൊരു കീറ് കിട്ടുന്നത്. അവരത് വായിച്ചു നോക്കിയപ്പോൾ മാതാവ് അവരെ വിളിക്കും. കൃപാസനം പത്രവും നിങ്ങൾ ഒരിക്കലും വിളിക്കരുത്, അത് മാതാവിൻ്റെ കൈയാണ്, നിങ്ങളെ തൊട്ട് വിളിക്കണ കൈയാണ്. കൈ ഇടിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അവരത് കിട്ടിയ ഉടനെ പാഞ്ഞ് ഇവിടെ വന്ന് പെട്ടെന്ന് ഒരു ഉടമ്പടി എടുത്ത്, അവരുടെ പ്രശ്നം ഒന്നേ ഉള്ളൂ, 6 പ്രശ്നമൊന്നും അവർക്കില്ല. എന്താണ്? മരിക്കണമാകുമ്പോൾ മകനെ കാണണം, അത്രേ പ്രശ്നമുള്ളൂ. അവരമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ മരിക്കണമാകുമ്പോൾ എൻ്റെ മകനെ കാണണം അമ്മേ എന്ന് പറഞ്ഞിട്ട് അത്രയും പറഞ്ഞിട്ട് പോവുകയാണ്. ഇവർ പല പ്രാവശ്യം അച്ഛനെ കാണണം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇവിടുത്തെ തിരക്ക് കൊണ്ടാണ്. അതിനേക്കാൾ സീരിയസ് ആയിട്ട് 4 കൊല്ലമായിട്ട് കാണാത്ത മകൻ ചിലപ്പോൾ ഓഫീസിൽ വിചാരിച്ച് കാണും, മരിച്ചു പോയി കാണുമെന്ന് വിചാരിച്ച് കാണും. അതെങ്ങനെ അമ്മനോട് പറയണത്? അച്ഛൻ്റെ വന്നാൽ റിസൾട്ട് അതല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവരതിനേക്കാൾ ക്യാൻസർ 4th സ്റ്റേജ്, കിഡ്നി 4th സ്റ്റേജ് അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവർക്ക് കിട്ടത്തില്ല ചീട്ട്. പക്ഷേ ഇവർക്ക് ഒരു ദിവസം ഇവരോട് യൂട്യൂബിലൂടെ എന്നെ ചേർത്ത് അമ്മ പറയും, അതായത് നീ അച്ഛനെ കാണേണ്ട കാര്യമില്ല, അമ്മയെ കണ്ടാൽ മതി എന്ന് പറയും. അച്ഛനെ കാണേണ്ട കാര്യമില്ല, അത് ഇവർക്ക് അഭിഷേകമായിട്ട് കിട്ടും, ഇവരുടെ ചങ്കിലിക്കൊള്ളൂ. അച്ഛനെ കാണേണ്ട കാര്യമില്ല, അമ്മയെ കണ്ടാൽ മതിയല്ല എന്ന്. അപ്പോൾ ഉടനെ ഇവരെന്നാ ചെയ്യുന്നത് കഴിഞ്ഞാൽ, ഇവരുടെ ടൈം കഴിയുമ്പോൾ ഇവർ വീട്ടിലിരുന്ന് യൂട്യൂബിൽ ആരാധന കൂടും. ഗ്രേസി ഡേവിഡ് തൃശ്ശൂർക്കറിയാം, ഈ ദിവസങ്ങൾ നടന്ന സാക്ഷ്യമാണ്. അപ്പോൾ വീട്ടിലിരുന്ന് ആരാധന കൂടുമ്പോൾ ആരാധനയിൽ പ്രാർത്ഥനയുടെ സമയത്ത് ഈശോ പറയും, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് കർത്താവ് അരുളിച്ചെന്ന് പറയും. ഇതോടുകൂടി ഗ്രേസി ഡേവിഡ് അവിടെ നിന്ന് ചാടി വീഴും അടുക്കളയിൽ നിന്ന്. ആടി ഭർത്താവിനോട് പറഞ്ഞത്, നമ്മുടെ ആരാധന ഇന്ന് കൃപാസനത്തിൽ നടന്ന് അവരിവിടെ വന്നിട്ടില്ലേ, നമ്മുടെ ആരാധന നമ്മുടെ മകൻ വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ അച്ഛനോടില്ലേ ഭർത്താവിനോട് പറയും. അവിടെ അതായത് അതോടുകൂടി തന്നെ പിറ്റേ ദിവസം ഇവരെ അവിടെ മകൻ വിളിക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ആ പിറ്റേ ദിവസം തന്നെ വീട്ടിൽ വരും. നോക്കിയേ, ഒരു വിഷയം പോണ പൊക്കുണ്ടല്ലേ, എത്ര സ്പീഡാണ്. പക്ഷെ ആ അമ്മയാണ് ഞാൻ അപ്പോൾ ആദരിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അടുക്കള ഇരുന്നുകൊണ്ട് യൂട്യൂബിൽ കൃപാസനം ധ്യാനം ഓൺലൈൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേൾക്കുന്ന മെസ്സേജ് അവരുടെ മകനെക്കുറിച്ചല്ല പറയണത്, ഒരു മകൻ. പക്ഷേ അവർ വിശ്വാസത്തിൽ അവരുടെ മകനാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസം ഒരു പ്രഖ്യാപനമാണ്. അവരുടെ മകനാണെന്ന് ഞാൻ അവൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ? എനിക്ക് പേര് കർത്താവ് തന്നില്ല. നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൻ തിരിച്ചു വരുന്നു എന്നാണ് പറഞ്ഞത്. അത് മെസ്സേജാണ് പറഞ്ഞത്. അപ്പം മെസ്സേജ് പറയുമ്പോൾ ചില അണ്ണന്മാർ ഇതിങ്ങനെ ധ്യാന കേന്ദ്രന്മാർ കുറേയൊക്കെ പൊടിക്കൈയൊക്കെ പറയും, മകൾ വരുന്നതൊക്കെ പറയും. ഇതൊക്കെ ശരിയാണ്. അപ്പം ധ്യാനം കൂടുന്ന ആൾക്കാർ തന്നെ ഇതുപോലെ വിണ്ണന്മാരുണ്ടെന്നുണ്ടെങ്കിൽ, വിശ്വാസമില്ലാത്തവരുണ്ടെങ്കിൽ അവരങ്ങനെ എഴുതിത്തള്ളും. പക്ഷേ അഭിഷേകമുള്ളവർക്ക് എന്താ, അവർക്കറിയാം ഇത് അവർക്കുള്ള മെസ്സേജാണ്. അവരവിടെ നിന്ന് ചാടി വീണത്, ദേ ഇന്ന് നടന്ന കൃപാസനത്തിൽ നടന്നത് നമ്മുടെ ആരാധനയാണ് നടന്നത്, അച്ഛൻ പറഞ്ഞതേ നമ്മുടെ മകൻ വരുന്നുണ്ടെന്ന്. എന്തൊരു വിശ്വാസത്തിലാണ്! ഈ വിശ്വാസത്തിലേക്ക് ദൈവം അഡ്രസ്സ് ചെയ്യും. അപ്പം തന്നെ ദൈവം ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അവനുണ്ടെങ്കിൽ ഈ വിശ്വാസമുള്ള അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അതാണ് വിശ്വാസത്തിന് ശക്തി. കൈ ഇടിച്ച് കർത്താൻ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ. ഈ വിശ്വാസം തന്നെ ചില സമയത്ത് ഇപ്പം ഗ്രേസി ഡേവിഡ് ഇത്രയും വിശ്വസിച്ച് മകനെ കിട്ടിയെന്ന് വിചാരിച്ചല്ല, മകനെ കിട്ടിയല്ലോ. എങ്കിലും വിശ്വാസം അപകട മേഖലയിലാണ്. ഒരിക്കലും നമുക്ക് വിശ്വാസം കിട്ടിയെന്ന് പറഞ്ഞാൽ
കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ധ്യാനം അവസാനിച്ചത്? ഒരിക്കൽ പ്രകാശം ലഭിച്ചവർ വീണുപോയാൽ, അല്ലേ? നമ്മൾ ഹെബ്രായർ 4:6 വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. 6:4 ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹെബ്രായർ 6:4 ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും കണ്ടില്ലേ? നേരത്തെ കണ്ടില്ലേ? ഇത് അതായത് ഇപ്പം ഗ്രേസി ഡേവിഡിൻ്റെ വിഷയം എന്താണ്? ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും പറഞ്ഞ് ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും അല്ലെങ്കിൽ ഒരിക്കൽ വിശ്വാസം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും ചെയ്തവരെ. എന്താണ് ദൈവം ഇപ്പം അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല, മകനെ കൊണ്ടുവന്ന് പിറ്റേ ദിവസം കൊടുത്തില്ലേ? 72 മണിക്കൂറിനുള്ള സംഭവം എല്ലാം ക്ലിയർ ആയില്ലേ? അപ്പം അങ്ങനെ ഒരിക്കൽ പ്രകാശം ലഭിച്ച് വിശ്വാസം ലഭിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചാൽ പിന്നെ അവർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് സാക്ഷ്യം പറഞ്ഞൊരു പ്രത്യേകം ശ്രദ്ധിക്കണം. വായിച്ചോളൂ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും ചെയ്തവരെ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. ഇതാണ് ഉടമ്പടി ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾക്കൊരിക്കൽ സാക്ഷ്യം ലഭിച്ച് വിശ്വാസത്തിൻ്റെ വഴികളിൽ നിങ്ങൾ വന്നാൽ പിന്നെ എന്താണ്? നിങ്ങളത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥയാണ്, ആ വിശ്വാസ നിലവാരം. അല്ലാതെ ഇനി ഒരു വിഷയം ഉണ്ടാകട്ടെ, അപ്പം ഞാൻ വീണ്ടും ഉടമ്പടി എടുത്ത് കാര്യം കണ്ടോളാമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴികളിൽ പോയാൽ വീണ് പോയാൽ പ്രശ്നമാണ്. എന്താണ്? ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും ചെയ്തവരെ വിശ്വാസത്തിൽ നിന്ന് വീണു പോയാൽ അവരെ അനുതാപത്തിലേക്ക് നയിക്കുക അസാധ്യം, പിന്നീട് അവർക്ക് കിട്ടത്തില്ലെന്ന്. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. അതായത് ഒരിക്കൽ നിങ്ങൾ ദൈവമാണ് തൊട്ടിരിക്കണം, അല്ലാതെ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറാ പഞ്ചായത്ത് പ്രസിഡൻ്റ് അല്ലാതെ തൊട്ടത്. അപ്പം ദൈവം നിങ്ങളെ തൊട്ടിട്ട് നിങ്ങൾക്ക് ആ തൊട്ട അനുഭവം കിട്ടിയിട്ട് വീണ്ടും നിങ്ങൾ പാപികളായിട്ട് പഴയ ലോകത്താന്മാരായിട്ട് പോയിട്ട് പിന്നീടൊരു വിഷയം ഉണ്ടാകുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ വന്ന് അനുഗ്രഹം അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ലെന്ന് തന്നെ വന്ന് മാത്രമല്ല, നിങ്ങളുടെ കാര്യത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ പത്രോസ് പറയണത് അതിനേക്കാൾ ഗതികെട്ട വാക്കാണ്. ശ്രുതികട എടുത്തുതരാം. ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 പത്രോസ് 2:20 നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് നമ്മുടെ 2 പത്രോസ് 2:20 നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. ഈ വീണ് പോണ ആൾക്കാരല്ലേ, വിശ്വാസം ഒരിക്കൽ ലഭിച്ചു, അടയാളം കിട്ടി, സാക്ഷ്യം പറഞ്ഞു, പിന്നീട് ഒരിക്കലും അവർ പിന്നീട് പഴയതുപോലെ ആ കാലം കഴിയുമ്പോൾ വീണ്ടും ലോകത്താനായിട്ട് ജീവിച്ചിട്ട് പിന്നീടൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ദൈവത്തിലേക്ക് വന്നാൽ അവരെ ദൈവം വിളിക്കണത് പന്നി എന്നാണ് വിളിക്കണത്. അതിൻ്റെ താഴത്തെ വായിച്ചേ. 2 പത്രോസ് 2:22. 2 പത്രോസ് 2:22. നായ് ഛർദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. നായ് ഛർദിച്ചത് തന്നെ പിന്നെയും ഭക്ഷിക്കുന്നു. കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും സാധിക്കും ഒരിക്കലും ഇപ്പം ഗ്രേസി ഡേവിഡ് അവർക്ക് വിശ്വാസം കണ്ടവരല്ലേ, അവരുടെ ദിവ്യകുർബാനയിൽ നിന്ന് ഈശോ പറഞ്ഞ് അവരുടെ മകൻ വരുന്നുണ്ടെന്ന് അവരത് വിശ്വസിച്ചു, മകൻ വരികയും ചെയ്തു പിറ്റേ ദിവസം. ഇനി ഗ്രേസി ഡേവിഡ് വീണ് പോയാൽ അവളെ നായെന്ന് പട്ടിയെന്ന് അല്ലെ പന്നിയെന്ന് വിളിക്കത്തുള്ളൂ ദൈവം. എന്താണ്? നായ ഛർദ്ദിച്ചത് തന്നെ പിന്നെയും തിന്നുന്നു. വീണ്ടും അതായത് ദൈവാനുഗ്രഹം കിട്ടിയിട്ട്
പിന്നീട് നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് പിന്നെ ചതിയോ വഞ്ചനയോ സെക്സോ മോശമായിട്ടുള്ള ജീവിതമോ മദ്യമോ ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഏഷണിയോ പരദൂഷണമോ പകയോ വിദ്വേഷമോ ചതിയോ അഹങ്കാരമോ ഇങ്ങനെ ലോകത്താനായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, പിന്നീട് അവരെ തിരിച്ച് കൃപയിലേക്ക് കൊണ്ടുവരിക അസാധ്യമാണ്. പിന്നീട് അത് തിരിച്ചു തരത്തില്ല. കാര്യം എന്താണ്? നിങ്ങൾ ദൈവത്തിനെതിരായിട്ടാണ്. ദൈവത്തിൻ്റെ കൃപ നേരെ നേരെ കണ്ടിട്ട് പോലും നിങ്ങളുടെ മറ്റൊരു ജീവിതം, അതിനെ നിങ്ങൾക്ക് ആസ്വാദ്യം തോന്നിയ ഒരു ജീവിതം കണ്ടപ്പോൾ ദൈവത്തെ മാറ്റിയിട്ട് നിങ്ങളത് സ്വീകരിച്ച് ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചതാണ്. നിങ്ങൾക്കറിയാമല്ലോ, അഭിഷേകം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് സ്നേഹവും വിശ്വസ്തതയുമാണ്. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട 2 പോയിൻ്റുകൾ. സ്നേഹം, അതായത് നിങ്ങൾക്ക് ദൈവത്തിനോട് സ്നേഹം കൂടിക്കൂടി വരികയാണെങ്കിൽ അഭിഷേകം എന്ത് ഭാരമുള്ള സംഭവമാണെങ്കിലും നമുക്ക് എടുക്കാനുള്ള അഭിഷേകം ഉണ്ടായിക്കൊണ്ടിരിക്കും ദൈവത്തോടുള്ള. ഇപ്പം നിങ്ങൾക്ക് മക്കളില്ലെന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരത്തിക്ക് മക്കളുണ്ട്, അനിയത്തിക്ക് മക്കളുണ്ട്, ചേട്ടത്തിക്ക് മക്കളുണ്ട്. അപ്പോൾ നിങ്ങളുടെ അമ്മായി പറയും, നീ മച്ചാണ്, നീ അസത്താണ്, നോക്കി നിനക്ക് മാത്രം എന്താ മക്കളില്ലാത്ത, വേറെ എല്ലാവർക്കും മക്കളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിനക്ക് തോന്നുന്നു വല്ല കറണ്ട് കമ്പിയേലും പിടിച്ച് അത്ത് കളയാമെന്ന് തോന്നും. അത് അഭിഷേകം ഇല്ലാഞ്ഞിട്ടാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പം നിൻ്റെ കുടുംബ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ എന്തുമാത്രം രൂക്ഷമായി നിനക്കെതിരെ വരുമ്പോൾ ദൈവം ഉദ്ദേശിക്കണ അതല്ല. അതിനൊപ്പം തന്നെ ഈ താമര അല്ലെങ്കിൽ ആമ്പല് അത് പെരുവെള്ളം വർഷകാലം വരുമ്പോൾ എന്ത് ചെയ്യും? ചീഞ്ഞു പോവുക? ഇല്ല. ആ വെള്ളത്തിൻ്റെ മുകളിൽ വരും ആ സംഭവം, ഇല്ലേ? അത് തണ്ട് നീട്ടി എൻ്റെ താമര വെള്ളത്തിൻ്റെ പ്രളയം വന്നാലും വെള്ളത്തിൻ്റെ മുകളിൽ വരും. എൻ്റെ ദൈവവേദന ഇതുപോലെ നിനക്ക് ചുറ്റും ക്ലേശങ്ങൾ പെരുകുമ്പോൾ ദൈവസ്നേഹം നീ സ്വീകരിച്ച് ദൈവത്തെ മാത്രം സ്നേഹിച്ച് മറ്റുള്ളവരാരും സ്നേഹിക്കാൻ യോഗ്യരല്ലെന്ന് മനസ്സിലാക്കി സ്നേഹിച്ചാൽ ഇത് തന്നെയാണ് ഫലമെന്ന് മനസ്സിലാക്കി ദൈവത്തിൽ നിൻ്റെ ജീവിതം കൊണ്ട് തന്നെ നീ സ്നേഹിച്ച് ജീവിതം നീ അവലംബമാക്കി ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നീ സങ്കടങ്ങളുടെയും പ്രളയത്തിൻ്റെയും മുകളിലേക്ക് വരാൻ വേണ്ടി നീ അഭിഷേകത്തിനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവ സ്നേഹത്തിൽ മുന്നേറുവാൻ ഈ ആരാധനയോടെ പരമദിവ്യകാരുണ്യത്തിന് ഇങ്ങനെ കൊടിയ ക്ലേശങ്ങളിലെ ദൈവസ്നേഹം നിറച്ച് ദൈവത്തിന് വേണ്ടി എൻ്റെ മക്കളെ ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയണത് നമുക്കറിയാമല്ലോ. അതായത് നിത്യജീവൻ വരെ പ്രാപിക്കാൻ പറ്റിയ ഇന്ധനം ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഒരുത്തൻ വന്ന് ഈശോനോട് ചോദിച്ചില്ലേ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അയാൾക്ക് ബോധമുണ്ട്, ചൊല്ലിയിട്ട് കാര്യമില്ലെന്നറിയാം. എന്ത് പ്രാർത്ഥന ചൊല്ലണമെന്നല്ല ചോദിച്ചത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 19:16. മത്തായി 19:16. ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അപ്പം അങ്ങക്കൊരു ക്ലൂ ഉണ്ടല്ലേ, ഒരു ക്ലൂ ഉണ്ട്. എന്താണ് കാര്യം? എന്ത് പ്രാർത്ഥന ചൊല്ലണമെന്നല്ല അവൾ ചോദിച്ചത്. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് പ്രാർത്ഥന ചൊല്ലണമെന്നല്ല ചോദിച്ചത്, എന്ത് സൽപ്രവർത്തികൾ ചെയ്യണമെന്നാണ് ചോദിക്കണത്. അപ്പോൾ ഇതിനകത്ത് നിത്യജീവൻ എന്ന് പറയുന്ന ഒരു ദൈവത്തിൽ നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രോമിസ് പോലും നമുക്ക് ലഭിക്കണത് ചൊല്ലിയിട്ടല്ല കിട്ടണത്, പിന്നെ എന്താണ്? ചെയ്തിട്ടാണ് കിട്ടണത്. അങ്ങനെയാണെങ്കിൽ ഉടമ്പടിയുടെ അതിനകത്തുള്ള ഫോർമുലയിലുള്ള സൽപ്രവൃത്തികളായാലും കാരുണ്യപ്രവൃത്തികളായാലും സുവിശേഷ പ്രവർത്തനങ്ങളായാലും ഇത് ചെയ്യുന്നതിലൂടെ നിനക്ക് ലഭിക്കുന്ന അഭിഷേകം എന്ന് പറയണത് അത് ഏത് ക്ലേശകാലത്തും ഏത് ക്ലേശം, നിൻ്റെ വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യമാണെന്ന് തന്നെ വിചാരിച്ചോ. അപ്പം നിങ്ങൾ ചോദിക്കുക, പിന്നെ ദാരിദ്ര്യം കൊണ്ട് കിറുനാറിയിട്ട് പാടില്ല, പിന്നെയാണ് നാട്ടുകാരെ സഹായിക്കാൻ നടക്കുന്നത്. പക്ഷേ എന്തായാലും സഹായിക്കുന്നതാണ് അഭിഷേകം എന്ന് പറയണത്. മനസ്സിലായ? നിനക്ക് ഇല്ല, ഉള്ളതിൽ നിന്ന് സഹായിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നുന്നതിനാണ് അഭിഷേകം എന്ന് പറയണത്. അതിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയണത്.